ഹവോക്ക് എന്ന് പറയുന്ന ഒരു പുതിയ പടം നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. ടോം ഹാർഡിയാണ് സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്. ഒരു ലെജൻഡറി ഡയറക്ടറായിട്ടുള്ള ഗാരത്ത് ഇവൻസ് ആണ് സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടെയാണ് സിനിമ കാണാനായിട്ട് പോകുന്നത്. ഒരു ആക്ഷൻ സിനിമയാണ്. അപ്പം ആ ഒരു ജോണർ പ്രതീക്ഷ വന്നു, ആക്ഷൻ സിനിമ എന്നുള്ള സാധനം പ്രതീക്ഷ വന്നു. ആക്ഷൻ സീക്വൻസുകൾ പ്രതീക്ഷ പോകുന്നവർക്ക് നല്ല കിടിലൻ രണ്ട് ആക്ഷൻ സീക്വൻസുകൾ സിനിമയിൽ തരുന്നുണ്ട്. ഒരു സിനിമയുടെ പാതിയൊക്കെ ആവുന്ന സമയത്ത് ഒരു കിടിലൻ സാധനവും പിന്നെ ആ ഒരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ സീക്വൻസും, അത് രണ്ടും കിടിലമാണ്. ഇഷ്ടം പോലെ ബ്ലഡ് ബാത്തും ഈ പറയുന്ന വയലൻസ് സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങളെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. ലിറ്ററലി ഒന്നുമില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, ഇതിനകത്ത് ഒരു ക്യാരക്ടറുമായിട്ടും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ്. ഈവൻ ഇതിനകത്ത് നായകനായിട്ടുള്ള വാക്കർ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. കുറച്ച് കറക്റ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസറായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ പുള്ളി എന്തിനാണ് കറക്റ്റായത്, പുള്ളി എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി പുള്ളി എന്തിനാണ് ഇത് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നതെന്നൊന്നും നമുക്കൊരു കണക്ഷൻ വരില്ല. പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ കാണിക്കാൻ വേണ്ടി, സിനിമ തീർക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഒരു ഗ്യാങ് വാർ പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. രണ്ട് വലിയ ടീമുകൾ നമ്മളുടെ ഗ്യാങ് വാറൊക്കെ കാണിക്കുന്നുണ്ട്. ഗ്യാങ് വാർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട്. കുറേ അധികം കറപ്റ്റ് പോലീസുകാരെ കാണിക്കുന്നുണ്ട്. കൂടുതലും ഡ്രഗ് ഡീലിംഗ് പരിപാടികളൊക്കെയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ സ്റ്റോറി ഇല്ല എന്നുള്ളതാണ്. ആക്ഷൻ സീക്വൻസുകൾ ഓക്കെ, കാണിച്ച രണ്ട് കിടിലൻ ആക്ഷൻ സീക്വൻസ്. ആദ്യം ഒരു ട്രക്ക് ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ കൊള്ളാം. പിന്നെ ഇതിങ്ങനെ അങ്ങ് പോവുകയാണ്, ഒരു ഓളത്തിലൊക്കെ പോകുന്നതല്ലാണ്ട് നമുക്കൊരു ക്യാരക്ടറിനോട് ഒരു വികാരവും തോന്നുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഇപ്പം അങ്ങനെയൊന്നും നോക്കാത്തവർക്കൊരു വൺ ടൈം വാച്ചബിൾ സിനിമ, അത്രയാണ് സിനിമ. ഇത് ഇത്രയും വലിയൊരു ഡയറക്ടർ വന്ന ഈ സിനിമ സമയത്ത് നമ്മൾ കൂടുതൽ സാധനങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ അത് റെയ്ഡ് പോലൊരു സിനിമ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ അപ്പം അത്രയൊന്നുമില്ല. പുള്ളിയുടെ തന്നെ വീക്കസ്റ്റ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു സിനിമ. അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നെറ്റ്ഫ്ലിക്സ് ആയതുകൊണ്ട് ഇത് തിയേറ്ററിലൊന്നും റിലീസ് ആവാത്തതുകൊണ്ട് അങ്ങനെ ഏറിപ്പോകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏറിപ്പോനെ. ടോം ഹാർഡി പുള്ളിയുടെ ക്യാരക്ടറിനെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ആക്ഷൻ സീക്വൻസുകളൊക്കെ നല്ല വൃത്തിയായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിരിക്കുന്ന കുഴപ്പമാണ്. അല്ലാണ്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതോ ഡയറക്ടറിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇതിനകത്ത് ആ ഒരു ക്യാരക്ടറിനെ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇൻകംപ്ലീറ്റ്നെസ് എവിടേക്കോ നമുക്ക് ഫീൽ ചെയ്യും സിനിമ കാണുന്നത്. എവിടേക്കോ എന്നല്ല, മൊത്തത്തിൽ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ക്യാരക്ടർ ആർക്കുകളിൽ ഫീൽ ചെയ്യും, സ്റ്റോറിയിലും അത് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് ഹവോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നിട്ട് പറയാം.